എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ധാബ സ്റ്റൈൽ എഗ് കറിയാണ്. അപ്പോൾ ഈ ചാനലിലെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. ഇന്നിവിടെ മുട്ടക്കറിയുടെ ഒപ്പം അപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് മൊരിഞ്ഞിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ട്സ്, ഒരു 10 കാഷ്നട്ട്സ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ 6 മുട്ടയാണ്, പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലിങ്ങനെ ടൂത്ത് പിക്ക് വെച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഗ്രേവിയിലേക്ക് മുട്ട ഇടുമ്പോൾ നല്ലോണം ഈ മുട്ടയിലേക്ക് ഗ്രേവി പിടിക്കും. അതിനാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാറില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അര ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ആ എണ്ണയിൽ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ 6 മുട്ട ലോ ഫ്ലെയിമിൽ എണ്ണ ഇട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ, എന്നാലും പതുക്കെ അത് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. ആ മുട്ടയുടെ പുറമേയൊക്കെ കുറച്ച് നല്ല മുരിഞ്ഞ് ബ്രൗൺ ആയിട്ട് വരും. അപ്പോഴാണ് നമുക്കിത് നിർത്തേണ്ടത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൊരിച്ചെടുക്കണം. മുട്ടയുടെ ചുറ്റും അത്യാവശ്യം ബ്രൗണായി വരും. ഈ റെസിപ്പിയിൽ ഞാൻ ക്യാപ്സിക്കം ഉപയോഗിക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. അപ്പോൾ ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം ഒന്ന് ഇതിലിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്നായി കഴിയുമ്പോൾ ഈ മുട്ടയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ക്ലോവ്സും മെയ്സ്, സിനമൺ, ജാതിപത്രി അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഏലക്കയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച 4 സബോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം സോട്ട് ചെയ്ത് വേവിച്ചെടുക്കണം. ഒരു പകുതി വേവാകുമ്പോൾ അല്ലെങ്കിൽ വഴറ്റി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യാറില്ല, കുറച്ചൊന്ന് ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്തത്. 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ മസാലകളൊക്കെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലോണം വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി അത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് 4 ടൊമാറ്റോസിൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ട് അരച്ച പ്യൂരിയാണ്, അത് നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ബോയിലായി വരുമ്പോൾ അടച്ചു വെച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ടൊമാറ്റോസൊക്കെ നല്ലോണം വഴന്ന് കിട്ടണം. അപ്പോൾ ഏകദേശം നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഗ്രേവി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കാഷ്യൂ നട്ട് പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ലേ, അത് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. പിന്നെ മല്ലിയിലയും കസൂരി മേത്തിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ആ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുട്ടയും ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഗ്രേവിക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഫ്രൈഡ് റൈസിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ ഒപ്പം കുറച്ചും കൂടി നല്ലത് നമ്മൾ ഈ തേങ്ങാപ്പാലിലൊക്കെ ഇട്ട മുട്ടക്കറിയാണ്. പക്ഷേ ഇതൊരു ചേഞ്ചാണ്. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.